കർണികാര പുഷ്പങ്ങളുടെ സുവർണ താലമേന്തി പ്രകൃതി വിഷുവിനെ വരവേൽക്കുന്ന സുദിനമാണ് ഇന്ന്. കണിയുടെ നിറവും കൈനീട്ടത്തിന്റെ സമൃദ്ധിയും ഒരാണ്ടുകാലം മലയാളികളിൽ നിറയുന്നത് ഈ പ്രഭാതത്തിലാണ്. സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, പങ്കുവയ്ക്കലിന്റെ വിഷു. മലയാളിക്ക് വിഷു അടുക്കളയുടെ ഒരു ഉത്സവം കൂടിയാണ്. വ്യത്യസ്ത വിഭവങ്ങളുടെ രുചിഭേദങ്ങൾ കൊണ്ട് വീട്ടുകാരുടെയും വിരുന്നുകാരുടെയും അകവും പുറവും നിറയ്ക്കുന്ന ഒരു ആഘോഷം. പ്രേക്ഷകരുടെ സ്വന്തം കൈരളി ഈ വിഷുദിനത്തിൽ പാചകത്തിന്റെ ഒരു വിഷു കാലം തന്നെ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൈരളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി ഫൈനലിലെ കുക്കിംഗ് കാഴ്ചകൾ കാണണ്ടേ? കുക്കിംഗ് സോണിലെ കാഴ്ചകൾ കണ്ട് വേഗം തിരിച്ചെത്താം. എന്തായാലും സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ ഫൈനൽസിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് 2 ഐറ്റംസ് ചെയ്യാനായിട്ടുണ്ട്. രണ്ടും സ്വീറ്റാണ്, പ്രോഫിറ്റ് റോൾസ് ആൻഡ് ഗുലാബ് ജാമുൻ. ഇതിന് ചോക്ലേറ്റ് എക്ലെയേഴ്സ് ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് റോൾസ്. പ്രോഫിറ്റ് റോൾസും ഗുലാബ് ജാമുൻസും റെഡിയായി. ഇനി ജഡ്ജസിൻ്റെ അഭിപ്രായം. ഞാനിന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് എക്ലേഴ്സ് ആണ്. ഇതെന്ത് സംഭവം എന്നറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇവിടെ എല്ലാം പരീക്ഷണമാണല്ലോ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചോക്ലേറ്റ് എക്ലേഴ്സ് റെഡിയായി, നമുക്ക് സെർവ് ചെയ്യാം. ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. പാട്ടുപാടിയും നൃത്തം ചെയ്തും ചിരിച്ചും ആസ്വദിച്ചുമൊക്കെ നമ്മുടെ കുറച്ച് മണിക്കൂറുകൾ പോയി അല്ലേ? പക്ഷേ ഇതിൻ്റെയൊക്കെ ഒടുവിൽ തീർച്ചയായിട്ടും കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലെ ആ സെലിബ്രിറ്റി ആരാണ്, 1ാം സ്ഥാനം നേടുന്ന വിജയി ആരാണ്, 2ാം സ്ഥാനം നേടുന്ന വിജയി ആരാണ്, 3ാം സ്ഥാനം നേടുന്ന വിജയി ആരാണ്, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? അപ്പോൾ ചിരിക്കും കളിക്കും തമാശയ്ക്കും ഒക്കെ ഒടുവിൽ ടെൻഷന്റെ കുറച്ച് നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലെ ആ വിജയികൾ ആരൊക്കെ എന്ന് അറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. എന്തായാലും ഞാൻ ഇന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് എക്ലേഴ്സ് ആണ്. ഗുലാബ് ജാമുൻ റെഡിയാക്കി വെച്ചിരുന്നു, അതും ഞാൻ സെർവ് ചെയ്യാൻ പോവാം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് എക്ലേഴ്സ് ആണ്, സെക്കൻഡാണ് ഗുലാബ് ജാമുൻ ചെയ്യാൻ പോകുന്നത്.
അടുത്തത് നമുക്ക് ഗുലാബ് ജാമുനാണ്. ആദ്യം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. ചോക്ലേറ്റ് എക്ലേഴ്സ് ആണ് നമ്മൾ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കൽ ഇനി കൈരളി ചാനൽ അവതരിപ്പിക്കുന്ന ഒരു പ്രമുഖ പരിപാടിയുടെ ഹാസ്യ അനുകരണമാണ്. ചിരിയുടെ മാലപ്പടക്കവുമായി എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹാസ്യ താരങ്ങളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും KD ജംഗ്ഷനിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. മലയാള മാധ്യമ രംഗത്ത് ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒരുപാട് എപ്പിസോഡുകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരമായ പരിപാടിയായി മാറി KD ജംഗ്ഷൻ ഇന്നിവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രതിഭയുള്ള പ്രശസ്തരായ പ്രഗത്ഭരായ ഒരുപാട് വ്യക്തികളെ കൊണ്ടുവന്ന് വെള്ളം കുടിപ്പിക്കുന്ന KD ജംഗ്ഷൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായിട്ട് വരാൻ പോകുന്നത് മറ്റാരുമില്ല. മലയാള സിനിമയുടെ 80 കാലഘട്ടങ്ങളിൽ വെളുത്തു സുന്ദരനായ ഒരു വ്യക്തി മലയാള സിനിമ ചരിത്രത്തിലേക്ക് കടന്നു വന്നു. അന്നുണ്ടായിരുന്ന യാഥാസ്ഥിതിക വ്യവസ്ഥിതികളെല്ലാം അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മലയാള സിനിമ പ്രേക്ഷകരുടെ പിന്നണി ഗാന ശ്രോതാക്കളുടെ പ്രിയങ്കരനായി മാറി. ഒരുപാട് സംഗീത സംവിധായകരുടെ ഗാനത്തിലൂടെയും സ്വന്തം സംഗീത സംവിധാനത്തിലൂടെ ഗാനത്തിലൂടെയും എല്ലാം നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയ ആ വ്യക്തിക്ക് പേര് ശ്രീകുട്ടൻ. മോഹൻലാലിന് വേണ്ടി ഏറ്റവും കൂടുതൽ പിന്നണി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു കൊടുങ്കാറ്റായി, ഒരു കാറ്റിൻ്റെ ഒരു സുനാമിയായി, ഒരു കത്രീനയായി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ചേക്കേറി പാർത്ത നമ്മുടെ പ്രിയങ്കരനായ MG ശ്രീകുട്ടനാണ് ഇന്നത്തെ KD ജംഗ്ഷനിൽ അതിഥിയായി എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ, പാട്ടുകളുടെ കൂട്ടുകാരൻ MG ശ്രീകുട്ടൻ. വളരെ മനോഹരമായ ഒരു ഗാനത്തോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ MG ശ്രീകുട്ടൻ എത്തിയിരിക്കുകയാണ്. ശ്രീകുട്ട, സ്വാഗതം KD ജംഗ്ഷനിലേക്ക്. താങ്ക് യു വെരി മച്ച്. എന്താണ് ശ്രീകുട്ട, വളരെ വ്യത്യസ്തമായൊരു എൻട്രി ആയിരുന്നു. ഈ കൊടയൊക്കെ പിടിച്ചു വരാനുള്ള കാരണം? അല്ല, മൊത്തത്തിലൊരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു ചേഞ്ച് വേണ്ട എല്ലാത്തിനും. അല്ല, എന്താണ് ഇങ്ങനെ ഈ സിപ്പപ്പ് വെച്ചോണ്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ സാധനം വെച്ചോണ്ടിരിക്കുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല, ഈ ചെറുപ്പത്തിലെ സിപ്പപ്പ് തിന്നുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അത് കാരണം ഇപ്പം ക്യാപ്പപ്പാണ് തിന്നോണ്ടിരിക്കുന്നത്. അത് കീപ്പപ്പ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ, ഒരു അപ്പപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ശ്രീകുട്ട, ഈ അല്പൻ ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നവർ അതുപോലെ എന്തെങ്കിലും ആണോ ഈ കൊടയുമായിട്ട് വരാനുള്ള കാരണം? അല്ല, അല്പൻ അർദ്ധരാത്രി മഴ പെയ്താൽ എന്തായാലും കുട പിടിച്ചില്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊന്ന് കുട പിടിച്ചോണ്ട് വന്ന്. പുറത്ത് നല്ല മഴയാ കേട്ടോ. ഓ, അങ്ങനെ. പിന്നെ ശ്രീകുട്ട, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വേറൊന്നുമല്ല, ശ്രീകുട്ടൻ ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ മോഹൻലാല് ജോഷി സാറിന്റെ റൺ ബേബി റൺ എന്ന് പറയുന്ന പടത്തിൽ പാടിയ ആറ്റുമടൽ പായയിൽ അന്തിമയിൽ ചാഞ്ഞ നാൾ. അതെ, നല്ലപോലെ താളം പിടിക്കുന്നുണ്ടായിരുന്നു. നല്ല താളബോധം, നല്ല താളബോധം. അത് ഈ ആ ഒരു പാട്ട് പാടിക്കൊണ്ടാണല്ലോ ശ്രീകുട്ടൻ ഇങ്ങോട്ട് വന്നത്. അതെ. ഈ ശ്രീകുട്ടൻ തന്നെ പാടിയ ഒരുപാട് പാട്ടുകൾ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിങ്ങനെ തത്തിക്കളിക്കുമ്പോ ഈ മോഹൻലാൽ പാടിയ പാട്ടൊക്കെ പാടുന്ന കാര്യമുണ്ടോ ശ്രീകുട്ടൻ? അല്ല, എന്റെ പാട്ടുകൾ ഒരുപാട് മോഹൻലാൽ പാടി അഭിനയിച്ചവനാണല്ലോ. അതുകൊണ്ട് ഞാനൊരു ചേഞ്ചിന് വേണ്ടി മോഹൻലാൽ പാടിയ പാട്ട് ഞാൻ പാടിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അതും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.
കംപ്ലീറ്റ് വെറൈറ്റിയാണ് ഉദ്ദേശിക്കുന്നത് ശ്രീകുട്ട. അതെ അതെ വെറൈറ്റി വെറൈറ്റി വെറൈറ്റി. ശ്രീകുട്ട, ഈ ശ്രീകുട്ടനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് പാട്ടുകാർ നമുക്കുണ്ട്. ഈ ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശ്രീകുട്ടൻ ഈ യേശുദാസ് ഏത് പാട്ടുകാരൻ വേണമെങ്കിലും ഈ രംഗത്തേക്ക് വരുമ്പോൾ ദാസേട്ടനെ പോലെ പാടണം, അല്ലെങ്കിൽ ദാസേട്ടനാവണം, ദാസേട്ടന്റെ ശബ്ദത്തോട് സാമ്യം വരണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഈ എം ജി ശ്രീകുട്ടൻ സ്വന്തം ശബ്ദത്തിലൂടെ പാടി മാത്രം എന്റെ ശബ്ദത്തിലൂടെ തന്നെ എന്റെ ശബ്ദം പുറത്തു വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചു അല്ലേ? അപ്പൊ ശ്രീകുട്ട, ഇങ്ങനെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ശ്രീകുട്ടൻ ഇപ്പൊ ഒരുപാട് പുതിയ ആൾക്കാരൊക്കെ വരുന്നില്ലേ? നിങ്ങൾ തന്നെ ഒരുപാട് പേരെ വളർത്തിക്കൊണ്ട് വരുന്നില്ലേ? അതെ, ഞങ്ങൾ വളർത്തിയില്ലെങ്കിൽ അവരങ്ങ് വളർന്നോളൂ. നല്ല വളർച്ചയായിട്ടോ. ഈ കൊതുകിന്റെ എണ്ണത്തിൽ ഇങ്ങനെ ഓരോന്ന് പൊങ്ങി വരുന്നു. ഇപ്പൊ കൊച്ചിയിൽ കൊതുകുകളെക്കാൾ കൂടുതൽ പാട്ടുകാർ കേരളം മൊത്തം ഇന്ത്യയിലും കൂടെ ഇപ്പൊ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇത് വൈറസ് പോലെ. അപ്പൊ ഈ ഒരുപാട് പുതിയ പാട്ടുകാരൊക്കെ വന്നപ്പോ നിങ്ങളെ പോലുള്ള പഴയ സീനിയറായ ആൾക്കാർക്കൊക്കെ ഒരുപാട് അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ഇപ്പൊ ആരെങ്കിലും ഒക്കെ വിളിക്കാറുണ്ടോ? പിന്നെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. പിന്നെ യൂറോപ്പിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന്, പിന്നെ ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക, അങ്ങനെ പലയിടത്തു നിന്നും വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് എന്ത് ചോദിക്കും? അവര് മറ്റേ സന്നിധാനന്റെ നമ്പർ ചോദിക്കും, നജീം അർഷാദിന്റെ നമ്പർ ചോദിക്കും, ഇങ്ങനെ പല പാട്ടുകാരുടെ നമ്പർ ചോദിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാനേജറിന് നമ്പർ കൊടുക്കും, വേറെ നമ്പർ കൊടുക്കും. അപ്പൊ അവര് വിളിച്ചാൽ ഹാൻഡിൽ ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ ആ പരിപാടി ചെയ്ത് തീർത്തു കൊടുക്കും. ഏതായാലും ഈ എം ജി ശ്രീകുട്ടന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് മലയാള ചലച്ചിത്രങ്ങളിലൂടെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എന്ന് വേണ്ട മലയാള സിനിമയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം മേനോൻ ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം മലയാള സിനിമയിൽ ഒരു ഇടവേള അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ മലയാള സിനിമയ്ക്ക് തിരിച്ചുവരവ് നടത്തി നമുക്ക് ഏവർക്കും എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം ബാലചന്ദ്ര മേനോൻ. അദ്ദേഹം ഇവിടെ ലൈവിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹവുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം. നമസ്കാരം. ആദ്യമേ തന്നെ എന്നെ ഈ KD ജംഗ്ഷനിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പിന്നെ അവതാരകൻ ചോദിച്ചതുപോലെ എം ജിയും ഞാനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. കുഞ്ഞുനാൾ മുതൽ ഞാനും എം ജിയും ഒരുമിച്ച് അയൽ കിടന്നുറങ്ങിയും ഒരുമിച്ച് കഥകൾ പറഞ്ഞു, ഒരുമിച്ച് സിനിമകൾ കണ്ടു. എം ജിയുടെ ഒരുപാട് സിനിമകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് തന്നെ എൻ്റെ മനസ്സിൽ ഇടിച്ച് കയറിയിരിക്കുന്ന ഡയലോഗാണ്. നേരെ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കുടുത്തി പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കണ്ണിന്റെ മുമ്പിൽ വെച്ച് എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ. അല്ല, ഇത് ഏത് എം ജിയെ കുറിച്ചായി പറയുന്നത്? അല്ല, ആള് മാറിപ്പോയി കേട്ടോ. മേനോൻ ചേട്ടൻ ഉദ്ദേശിച്ചത് എം ജി സോമനെയാണെന്ന് എനിക്ക് മനസ്സിലായി. സോമന്റെ ഡയലോഗാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഗസ്റ്റ് ആയിട്ടിരിക്കുന്നത് എം ജി സോമനല്ല, എം ജി ശ്രീകുമാർ എന്ന അനുഗ്രഹീത പാട്ടുകാരനാണ്. സോറി, ഒരു നിമിഷം എല്ലാവർക്കും ഒരു തെറ്റ് പറ്റുമല്ലോ. ഏതൊരു പോലീസുകാരനും ഒരു അക്കിടിയൊക്കെ പറ്റും. എം ജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എം ജി അസൽ ഗായകൻ. മലയാള സിനിമയുടെ നാളത്തെയും ഇന്നത്തെയും മറ്റന്നാളത്തെയും വരദാനമാണ് എം ജി. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് തന്നെ എന്തോരം ഹിറ്റാണ്. ഗാനമേളക്കാർ പാടിക്കൊണ്ട് നടക്കുമല്ലായിരുന്നു. ഒരുപാട് പാട്ടുകൾ. ഹരിമുരളീരവം, ഹരിതവൃന്ദാവനം, പ്രണയസുധാമയ, മോഹനരാഗം. എന്റെ പൊന്നു മേനോൻ ചേട്ടാ, ആ പാട്ട് നമ്മുടെ പി ജയചന്ദ്രൻ പാടിയ പാട്ട്. സോറി, ഞാൻ പറഞ്ഞല്ലോ ഏതൊരു പോലീസുകാരനും ഒരക്കടി പറ്റുമെന്ന്. നന്ദി, നമസ്കാരം. ഈ സംഗീതത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പാടി മഴ പെയ്യിക്കുക, പാട്ട് നന്നായില്ലെങ്കിൽ കല്ലുമഴ പെയ്യും, അറിയാം. അത് പലപ്പോഴും സംഭവിക്കാറുണ്ട് പലയിടത്തും. അതെ. അപ്പൊ ഈ ഒരുപാട് കാര്യങ്ങൾ സംഗീതത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയാറുണ്ട്. ഇപ്പൊ ഗാന ശുശ്രൂഷ, സംഗീതത്തിന്റെ ഒരു അകമ്പടിയോടെ ഗാന ശുശ്രൂഷയൊക്കെ നടത്താറുണ്ട്. പലരുടെയും രോഗങ്ങൾ മാറ്റുക, അംഗവൈകല്യങ്ങൾ ഭേദപ്പെടുത്തുക, പല രോഗ ശാന്തി നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗീത ചികിത്സ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്നായിട്ട് വരുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഇവിടെ ബസ് സ്റ്റാൻഡില് തെണ്ടി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ 2 കൈയും 2 കാലും തളർന്നു കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ പാട്ടിലൂടെ ഒന്ന് സുഖപ്പെടുത്താൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വികലാംഗനായ നമ്മുടെ എന്താ പറയുക, ദരിദ്രനായ ഭിക്ഷയെടുത്ത് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തി പുഷ്കരൻ, അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എന്താ പേര്? കൈയും കാലും തളർന്നവന് എന്ത് പേരുണ്ടായിട്ട് തന്നെയാ?
അതാ പേരില്ലായിരിക്കുന്നതല്ലേ. അല്ല പേരുണ്ട്, എന്ത് വേണേലും വിളിക്കാം. ആ പുഷ്കരൻ അല്ലേ? കാര്യം പുഷ്കരൻ വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്കിതെല്ലാം ശരിയാക്കി എടുക്കാം. രണ്ട് കൈയും രണ്ട് കാലും തളർന്ന് ആദ്യം ലോട്ടറി വിറ്റ് ജീവിച്ചു, പിന്നീട് കൈ തളർന്നപ്പോൾ ലോട്ടറി പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതെ അതെ, നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഏതായാലും ഒരു പാട്ടിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു വൈകല്യം മാറ്റിക്കൊടുക്കാൻ, അദ്ദേഹത്തിന്റെ രോഗത്തിന് ഒരു ശമനം ഉണ്ടാക്കുവാൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം അല്ലേ? ഓക്കെ നമുക്ക് നോക്കാം. പാടി ശരിയാക്കാൻ പോവാണ്. അതെ, പാടി ശരിയാക്കി തരാം. നിങ്ങളുടെ അസുഖം മാറ്റാനുള്ള ഒരു ശ്രമം MG നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നെ വെച്ച്. അതെ എന്നാ പിടിച്ചോ. ശരിയായില്ല. വളരെ മനോഹരമായിട്ട് ഞാനത് കൈകാര്യം ചെയ്തു. പാട്ടിലൂടെ അദ്ദേഹത്തിന്റെ അംഗവൈകല്യം, അദ്ദേഹത്തിന്റെ രോഗശാന്തി വരുത്തിക്കൊണ്ട് നമ്മുടെ ശ്രീകുട്ടൻ നല്ലൊരു കയ്യടി. എന്നാ കയ്യടി? ഞാൻ തല്ലി കൊന്നട്ടേ ഉള്ളൂ. എന്റെ പുഷ്കരൻ ഇവിടെ വരും. നിങ്ങൾ എന്ത് തോന്നിവാസം, എന്ത് ആഭാസമാണ് കാണിക്കുന്നത്? നിങ്ങളുടെ ഈ പാട്ടിലൂടെ നിങ്ങളുടെ രോഗത്തിന് ശമനം വരുത്തി നിങ്ങളുടെ അംഗവൈകല്യം മാറ്റിയില്ലേ ആ മനുഷ്യൻ? നിങ്ങൾ എന്തിനാ ഓടിക്കുന്നത്? എന്തിനാ ഓടിക്കുന്നോ? റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പാട്ടും പാടി ധർമ്മം നേടി ഡെയിലി 10,000 രൂപ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാൻ ഇയാൾ ഇങ്ങനെ പാടി രോഗം മാറ്റി കഴിഞ്ഞ് ഇനി എന്ത് ജോലിക്ക് പോകും? 10,000 രൂപ സ്വാഹ. ടെലിവിഷൻ ഷോകളിൽ കുക്കറി ഷോകൾക്ക് പുതിയ മാനം നൽകിയ കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ഗ്രാൻഡ് ഫിനാലയുടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും ശരിക്കും കുറച്ച് ടെൻസ്ഡ് ആണ്. ഇന്ന് ഈ വേദിയിൽ എത്തുന്ന ഈ 6 ഫൈനൽ പാർട്ടിസിപ്പൻസും നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ മനസ്സും എല്ലാവരോടൊപ്പം നിറഞ്ഞു നിൽക്കുന്നു. ഈ വേദിയിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ എല്ലാമായ ഡോക്ടർ ലക്ഷ്മി നായരെയും ഒപ്പം നമ്മുടെ പ്രിയ താരം ശ്രീ കൃഷ്ണയെയും. ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കൈരളി ടിവിയുടെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോൺ ബ്രിട്ടാസിനെയാണ്. സർ പ്ലീസ്. കൈരളി ടിവിയുടെ സീനിയർ ഡയറക്ടർ ശ്രീ വെങ്കട്ടരാമൻ സർ, വേദിയിലേക്ക് സ്വാഗതം. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാഷ്ട്രീയ കേരളത്തിന് പ്രിയപ്പെട്ട ശ്രീ ചെറിയാൻ ഫിലിപ്പിനെ. കൗളയുടെ മാനേജർ ശ്രീ സന്ദീപിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രധാന സ്പോൺസറാണ് കൗള. 1, 2, 3 സമ്മാനങ്ങൾ, 6 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നൽകുന്നത് കൗളയാണ്. സർ സ്വാഗതം. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഓണിക്സ് ഇലക്ട്രോണിക്സിന് വേണ്ടി ജനറൽ മാനേജർ ശ്രീ സുനിൽ കുമാറിനെയാണ്. സർ പ്ലീസ്. വേദിയിലേക്ക് ഇനി സ്വാഗതം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ഫൈനലിസ്റ്റുകളെയാണ്. 6 ഫൈനലിസ്റ്റാണ് നമുക്കുള്ളത്. നമ്മുടെയൊക്കെ പ്രിയങ്കരായ നിഷ സാരംഗ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിഷ സാരംഗ്, അഞ്ജു അരവിന്ദ്, അനില ശ്രീകുമാർ, ഡിംപിൾ റോസ്, അഞ്ജന അപ്പുക്കുട്ടൻ ആൻഡ് ചാരുത ബൈജു. കൗള നൽകുന്ന 3 ലക്ഷം രൂപ ഒന്നാം സമ്മാനം ഇവരിൽ ആരെ കാത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനായി ഡോക്ടർ ലക്ഷ്മി നായരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമാണിത്. ആദ്യമേ തന്നെ ഫസ്റ്റ് പ്രൈസിലേക്ക് നമ്മൾ പോവുകയാണ്. സാധാരണഗതിയിൽ 3rd പ്രൈസ്, 2nd പ്രൈസ്, 1st പ്രൈസ് അങ്ങനെ ഒരു സസ്പെൻസ് ഉണ്ട്. പക്ഷേ ഇതങ്ങനെയില്ല, സ്ട്രെയിറ്റ് അവേ ഫസ്റ്റ് പ്രൈസ്. 1st, 2nd and 3rd ആൾക്കാരെ കണ്ടുപിടിക്കാൻ കാര്യം എല്ലാവരും തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ത്രൂ ഔട്ട് ദ ഷോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു യുനാനിമസ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ എടുത്തിട്ട് ഞങ്ങൾ ഈ ഫസ്റ്റ് പ്രൈസ് 2 ആൾക്കാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. So first prize goes to 2 persons. One is Nisha Sarang and രണ്ടാമത്തെ ഫസ്റ്റ് പ്രൈസ് winner അനില ശ്രീകുമാർ. Congratulations both of you. ഇനി നമുക്ക് സെക്കൻഡ് പ്രൈസ് കൗള നൽകുന്ന 2 ലക്ഷം രൂപ സമ്മാനം ആർക്കാണ് ലഭിക്കുന്നതെന്ന് അറിയാൻ സമയമായിരിക്കുന്നു. ഇപ്പോൾ ഇവരുടെ മനസ്സിൽ ഒരു ക്യൂരിയോസിറ്റി കാണും. കാരണം ഫസ്റ്റ് പ്രൈസ് 2 പേർക്ക് കിട്ടി, ഇനി സെക്കൻഡ് പ്രൈസ് എത്ര പേർക്കായിരിക്കും എന്നുള്ളത് പക്ഷെ നമുക്കറിയില്ല. എന്തായാലും അടുത്ത പ്രൈസ് ഡിക്ലറേഷന്
ഈ പരിപാടിയുടെ ജഡ്ജ് കൂടിയായ കൃഷ്ണയെ ക്ഷണിക്കുകയാണ്. രണ്ടാം സമ്മാനം ആർക്ക്? നമുക്ക് നമസ്കാരം. ഞങ്ങളുടെ ഫൈനൽ റൗണ്ട് വളരെ ഒരു എക്സൈറ്റിംഗ് റൗണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും നന്നായി പെർഫോം ചെയ്തൊരു റൗണ്ടാണ്. കാരണം ഇത്രയും നമ്മൾ നോക്കുമ്പോൾ തന്നെ ഫൈനൽ റൗണ്ടായിരുന്നു ഏറ്റവും ചാലഞ്ചിങ് റൗണ്ട്. മാഡം പറഞ്ഞ പോലെ തന്നെ ഒരു ഒരുമിച്ചുള്ളൊരു തീരുമാനം തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും. സോ ദ സെക്കൻഡ് പ്രൈസ് ഗോസ് ടു, വിത്ത് ഓൾ യുവർ പെർമിഷൻ, ഡിംപിൾ റോസ് ആൻഡ് ചാലഞ്ച്. താങ്ക് യു അഗൈൻ. രണ്ടുപേര് വീണ്ടും വിന്നേഴ്സ് ആയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്കറിയേണ്ടത് തേർഡ് പ്രൈസ് 1 ലക്ഷം രൂപ. അത് ആരെയാണ് കാത്തിരിക്കുന്നതെന്നാണ്. അത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും ഒഫീഷ്യലായിട്ടൊരു ഡിക്ലറേഷൻ്റെ ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ലക്ഷ്മി നായരെ സ്വാഗതം ചെയ്തു. തേർഡ് പ്രൈസ് ഡിക്ലെയർ ചെയ്തു. പ്രൈസ് വളരെ ഒബ്വിയസ് ആണ് ആരാണെന്നുള്ളത്. ഇനി അഞ്ജന. താങ്ക് യു. അങ്ങനെ നമ്മുടെ എല്ലാ വിന്നേഴ്സിനെയും അറിഞ്ഞിരിക്കുകയാണ്. ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 2 പേരാണ്, നിഷ സാരംഗ് ആൻഡ് അനില ശ്രീകുമാർ. രണ്ടാം സമ്മാനം ചാരുത ബൈജു ആൻഡ് ഡിംപിൾ റോസ്. മൂന്നാം സമ്മാനം അഞ്ജന അപ്പുക്കുട്ടൻ. ഇനി ഇവർക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാം സമ്മാനം കൗള നൽകുന്ന 3 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും മെമെൻറ്റോയുമാണ്. മെമെൻറ്റോ നൽകുന്നതിനായി കൈർലി ടിവിയുടെ പ്രിയങ്കരനായ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോൺ ബ്രിട്ടാസിനെ ക്ഷണിക്കുന്നു. സർ പ്ലീസ്. ഒപ്പം ഒന്നാം സമ്മാനത്തിന് അർഹരായ നിഷ സാരംഗിനെയും അനില ശ്രീകുമാറിനെയും സ്വാഗതം ചെയ്യും. കൗള നൽകുന്ന 3 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി കൗളയുടെ മാനേജർ ശ്രീ സന്ദീപിനെ ക്ഷണിക്കുന്നു. 3 ലക്ഷം രൂപയാണ് നമ്മുടെ ഒന്നാം സമ്മാനാർഹരായവർക്ക് ലഭിച്ചിരിക്കുന്നത്. കൗളയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നിഷ സാരംഗ് ആൻഡ് അനില ശ്രീകുമാർ. കൺഗ്രാറ്റുലേഷൻസ്. ഇനി രണ്ടാം സമ്മാനത്തിനുള്ള മൊമെന്റോ നൽകുന്നതിനായി കൈർലി ടി വി സീനിയർ ഡയറക്ടർ ശ്രീ വെങ്കട്ടരാമൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി ചാരുത ബൈജുവിനെയും ഡിംപിളിനെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. കൗള നൽകുന്ന 2 ലക്ഷം രൂപ സമ്മാനം ഇവർക്ക് കൈമാറുന്നതിനായി മാനേജർ ശ്രീ സന്ദീപിനെ ക്ഷണിക്കുന്നു. സർ. ഇനി മൂന്നാം സമ്മാനത്തിനുള്ള മെമെന്റോ അഞ്ജന അപ്പുക്കുട്ടന് കൈമാറുന്നതിനായി ശ്രീ ചെറിയാൻ ഫിലിപ്പിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മെമെന്റോ ഏറ്റുവാങ്ങുന്നതിന് അഞ്ജന അപ്പുക്കുട്ടനെ. സമ്മാനത്തിനുള്ള ക്യാഷ് പ്രൈസ് നൽകുന്നതിന് ശ്രീ സന്ദീപിനെ ക്ഷണിക്കുന്നു. ഒപ്പം സ്വീകരിക്കാനായി അഞ്ജന അപ്പുക്കുട്ടൻ. ഇനി നമ്മുടെ 6 ഫൈനലിസ്റ്റുകൾക്കും ഓണിക്സ് ഇലക്ട്രോണിക്സ് നൽകുന്ന AC സമ്മാനമായി ലഭിക്കുന്നുണ്ട്. ഇത് കൈമാറുന്നതിന് ഓണിക്സ് ഇലക്ട്രോണിക്സിന്റെ ജനറൽ മാനേജർ ശ്രീ സുനിൽ കുമാറിനെ ക്ഷണിക്കുന്നു. ഒപ്പം ഇദ്ദേഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങാനായി ഇവർ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഇനി ഫൈനലിസ്റ്റിനുള്ള മൊമെന്റോ ഏറ്റുവാങ്ങാനായി അഞ്ജു അരവിന്ദനെ സ്വാഗതം ചെയ്യുന്നു. ഇത് നൽകുന്നതിനായി വെങ്കട്ടരാമൻ സാറിനെ ക്ഷണിക്കുന്നു. അങ്ങനെ നമ്മുടെ വിന്നേഴ്സിനെ അറിഞ്ഞു, അവർക്കുള്ള സമ്മാനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി ഞാൻ 2 വാക്ക് സംസാരിക്കാനായി സ്വാഗതം ചെയ്യുന്നു കൈർലി ടിവിയുടെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോൺ ബ്രിട്ടാസ്. എന്തായാലും വളരെ സന്തോഷപ്രദമായിട്ടുള്ളൊരു ദിവസമാണ്. കൈർലി ടി വിയിലെ പ്രൈം ടൈമിൽ പോയിക്കൊണ്ടിരുന്ന വലിയൊരു പരിപാടിയുടെ
പരിസമാപ്തിയാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് പേർക്ക് വാരിക്കോരി സമ്മാനങ്ങൾ നൽകി. മാത്രമല്ല ചൂടുകാലം പ്രമാണിച്ച് അവർക്കൊരു എയർ കണ്ടീഷനിങ് കിട്ടിയിരിക്കണം. അതുകൊണ്ട് പാചകം ചെയ്ത് അടുക്കളയെ തളർന്നു കഴിഞ്ഞാൽ തിരിച്ച് AC ഇട്ട് പോയി കിടന്നുറങ്ങാനുള്ള ഒരു സാവകാശവും കൂടി ഇതിൻ്റെ സ്പോൺസേഴ്സ് ഒരുക്കിയിരിക്കുകയാണ്. ഒരു ചെറിയൊരു കാര്യം ഒരുപക്ഷെ ഈ തമാശക്കിടയിൽ പറയേണ്ടത്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ചാനൽ പോലും പ്രൈം ടൈമിൽ ഇതുപോലുള്ളൊരു കുക്കറി റിയാലിറ്റി ഷോ തുടങ്ങാൻ തയ്യാറാകാതിരുന്ന സമയത്താണ് നമുക്കെല്ലാം വേണ്ടപ്പെട്ട ഡോക്ടർ ലക്ഷ്മി നായരുടെ സാരഥ്യത്തിൽ ഇത്തരമൊരു വലിയൊരു മെഗാ ഷോ കൈരളി ആരംഭിച്ച് വിജയത്തെത്തിച്ചത്. സാധാരണ നോൺ പ്രൈം ടൈമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ സമയങ്ങളിൽ മാത്രം നൽകിയിരുന്ന ഒരു വിഭവത്തെ ചേരുവയെ ഒരു ടെലിവിഷൻ്റെ പ്രൈം ടൈം ആക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ വിജയം. ഇക്കുറി സെലിബ്രിറ്റി കിച്ചൺ മാജിക് ആയിരുന്നു. അതായത് വളരെ പ്രശസ്തരായിട്ടുള്ള മുഖങ്ങളെ കൂടി അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ കുക്കിങ്ങിൽ വലിയ പ്രാവീണ്യം ഇല്ല എന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയായിരുന്നു യഥാർത്ഥത്തിൽ സെലിബ്രിറ്റി കുക്കിംഗ്. എന്തായാലും അവരുടെ കരവിരുതും അതുപോലെ തന്നെ മനസ്സിൻ്റെ കഴിവും കൈപുണ്യവും ഒക്കെ തൊട്ടറിഞ്ഞൊരു പരിപാടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെയും കൃഷ്ണയുടെയും ഒക്കെ ശരീരത്തിൽ കുറച്ച് വലിപ്പം കൂടിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കിച്ചൺ മാജിക് പോലുള്ള പരിപാടി ഒരു 25 വർഷം മുമ്പോ 30 വർഷം മുമ്പോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് പെണ്ണ് കെട്ടിയായിരിക്കും. നല്ലൊരു പാചകക്കാരിയെ കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഒരു ബാച്ചലറായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യും. അതായത് പാചകം എന്നുള്ള വലിയൊരു കലയിലേക്ക് ഒരു മഹാപ്രവാഹം സൃഷ്ടിച്ച ഒരു പരിപാടിയാണ് കിച്ചൺ മാജിക്. ആ കിച്ചൺ മാജിക്കിൻ്റെ 2ാം എഡിഷനായ സെലിബ്രിറ്റി കിച്ചൺ മാജിക് പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. അതിൻ്റെ വിജയികൾക്ക് ഞാൻ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. പഠിച്ച വിദ്യ വീട്ടിൽ പോയി പയറ്റുക, ആൾക്കാരെ ആശുപത്രിയിലാക്കാതിരിക്കുക എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇനി ഈ പരിപാടിക്ക് കാരണക്കാരിയായ വ്യക്തി, ഈ പരിപാടിയുടെ എല്ലാമായ ഡോക്ടർ ലക്ഷ്മിയാണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. എന്തായാലും ഒരു 100 എപ്പിസോഡ് നമ്മൾ സെലിബ്രിറ്റി കിച്ചൺ മാജിക് പിന്നിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും സമ്മാനവും കൊടുത്തു. എന്താ പറയേണ്ടത്, ശരിക്കും സെലിബ്രിറ്റീസിന് പാചകം ചെയ്യാൻ അറിയാമോ അറിഞ്ഞുകൂടെ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോൾ മാറിക്കിട്ടിയിരിക്കുകയാണ്. നിങ്ങളെല്ലാം നല്ല പാചകക്കാരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. എന്തായാലും പ്രേക്ഷകരത് നെഞ്ചിലേറ്റി എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മളുടെ ചാനലിന് കിട്ടിയ ഫീഡ്ബാക്ക്സ്, സാറ് പറഞ്ഞതുപോലെ. പിന്നെ എന്താ പറയണ്ടേ, ഇത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്, പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത കൗളയും ഓണിക്സും ഒക്കെ, ഇതിനൊക്കെ ഉപരിയായിട്ട് എന്താ പറയണ്ടേ, ഈ ചാനൽ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. MDയും ഇപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എന്നാലും എനിക്കും കൃഷ്ണയ്ക്കും നിങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തുനിന്നും ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞങ്ങളുടെ തന്നെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം. അതുകൊണ്ട് തന്നെ ഓരോ റൗണ്ട്സും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു. എല്ലാ സപ്പോർട്ടും, പിന്നെ പ്രേക്ഷകരാണ് ഇതെല്ലാം വിധി എഴുതേണ്ട ആൾക്കാർ, അവരുടെയും പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനിയും നമ്മളുടെ ഇത്തരം ഷോകൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഇനി ഈ പരിപാടിയുടെ മറ്റൊരു ജഡ്ജായ പ്രിയപ്പെട്ട താരം കൃഷ്ണ. ഈ 6 പേരും വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഫൈനലിസ്റ്റായിരുന്നു. ഓരോ റൗണ്ട്സും നമ്മൾ നോക്കുമ്പോൾ തന്നെ, ഞാനും മാഡവും നോക്കുമ്പോൾ തന്നെ ഓരോ റൗണ്ടും ബെറ്ററായി അവരുടെ സിനിമാ തിരക്കിലും സീരിയൽ തിരക്കിനിടയിൽ അവർ മാക്സിമം ഫോക്കസ് ചെയ്ത് ഓരോ റൗണ്ട്സും ബെറ്ററായി. സോ ഹാറ്റ്സ് ഓഫ് ടു ദെം. താങ്ക് യു. കൗല സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലെ ഫസ്റ്റ് പ്രൈസ് വിന്നേഴ്സ് ആയിട്ടുള്ള നിഷയ്ക്കും അനില ശ്രീകുമാറിനും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഈശ്വരന് നന്ദി പറയാം. കാരണം എല്ലാവർക്കും ഒരുപോലെ എല്ലാവരും സന്തോഷത്തിലാണ്. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഒരുപാടുണ്ട്. കാരണം ആരും വിഷമിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ഞങ്ങളെ ചർച്ച മൊത്തം അടുത്തത് എന്തായിരിക്കും, അതെങ്ങനെയാണ് പഠിക്കുക, പിന്നെ കൂടുതൽ പഠിക്കാനുള്ള, അതായത് കുക്കിങ്ങിനെ കുറിച്ച് നമ്മൾ എന്ത് കണ്ടാലും ഇപ്പോൾ കുക്കിംഗ് ആണോ അത് പഠിക്കണം, ചേച്ചി സന്തോഷിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. ചേച്ചിയുടെ നമുക്ക് ഒരു അതൃപ്തിയായ മുഖം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മീൻസ് ശരിയായില്ല എന്ന് ചേച്ചിയുടെ മനസ്സിൽ തോന്നിയാൽ ഞങ്ങൾക്ക് വിഷമമാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ച് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു കുക്കിങ്ങിനെ കുറിച്ച്. പിന്നെ എനിക്ക് വളരെ ചേച്ചിയോടും കൃഷ്ണയോടുമാണ്. കാരണം
നമ്മൾ എന്ത് ഇപ്പോൾ ചെയ്തത് ശരിയല്ലെങ്കിൽ പോലും ഒരുപാട് കുറ്റങ്ങളുണ്ടെങ്കിൽ പോലും ഞങ്ങളെ ആരെയും ചേച്ചി ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേച്ചിയോട്. കാരണം ഒരിക്കൽ പോലും ചേച്ചിയുടെ മുഖം കറുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ വിഷമിക്കുന്ന ഒന്നും ചേച്ചി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിന് ചേച്ചിയോട് ഒരുപാട് താങ്ക്സ് പറയാണ്. കൃഷ്ണയോടും ഒരുപാട് താങ്ക്സ് പറയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നമസ്കാരം. തീർച്ചയായിട്ടും കൗല സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ ഫിനാലയിൽ എത്താനും ഈ ഒരു സ്റ്റേജിൽ നിൽക്കാനും കഴിഞ്ഞതിൽ വളരെ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തന്ന ലക്ഷ്മി ചേച്ചി ആൻഡ് കൃഷ്ണ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും കൈരളിയിൽ ഈ ഒരു കുക്കറി ഷോ അല്ലെങ്കിലും ഇതുപോലുള്ള ഷോസിന് തീർച്ചയായിട്ടും തിരിച്ചു വരണമെന്നും ആഗ്രഹമുണ്ട്. ഇന്ന് എല്ലാ കൂട്ടുകാരെയും എല്ലാവരെയും വീണ്ടും കാണണമെന്നുമുണ്ട്. അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ചാരുത, ബൈജുവിനും ഡിംപിളിനും എന്താണ് പറയാനുള്ളത് നോക്കാം. ഇത്രയും ദൂരം കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിന് വലിയൊരു ഇൻസ്പിറേഷനാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ്. ലക്ഷ്മി ചേച്ചിയുടെ നിന്നൊക്കെ ഒരുപാട് ടിപ്സ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും കുക്കിംഗ് ഇഷ്ടമായിരുന്നു. കുക്കിംഗ് ഒരു ക്രേസ് ആയത് ശരിക്കും കിച്ചൺ മാജിക്കിൽ വന്നതിന് ശേഷം. അതുപോലെ എൻ്റെ ഈ സെക്കൻഡ് പ്രൈസ് ബാക്കിയുള്ള എൻ്റെ എല്ലാ പാർട്ടിസിപ്പൻസിനും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. താങ്ക് യു. എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഫൈനലിസ്റ്റ് ആവാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ ഒരുപാട് പേരോട് നന്ദി പറയാറുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് ദൈവത്തിനേക്കാൾ ഉപരി എൻ്റെ ഫാമിലിയാണ്. ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി, എൻ്റെ ഡാഡി, മമ്മി, ചേട്ടൻ, അവർക്കൊരു വലിയ താങ്ക്സ്. പിന്നെ ദൈവത്തിനോട് നന്ദിയുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു. ഇനി നമ്മുടെ തേർഡ് പ്രൈസ് വിന്നർ അഞ്ജന അപ്പുക്കുട്ടൻ. ആദ്യമേ ഈശ്വരനോട് നന്ദി പറയാണ്. കാരണം ഞാൻ ഈ തേർഡ് പ്രൈസ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം എനിക്ക് ഫൈനലിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ വിഷമം നന്നായിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ റിയാലിറ്റി ഷോയാണ്. കുക്കിംഗ് എൻ്റെ പ്രൊഫഷൻ പോലെ തന്നെ ഞാൻ കുക്കിങ്ങിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഷോയ്ക്ക് വന്നത്. ലക്ഷ്മി ചേച്ചിയുടെ വലിയൊരു ഫാനാണ് ഞാൻ. ചേച്ചീനെ ഒന്ന് കാണണം, ഒന്ന് മിണ്ടണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ഷോയിൽ ഒരേ വേദി പങ്കിടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരാഗ്രഹം കൂടെ ഉണ്ട്. നമ്മുടെ ഈ സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 2 കൂടെ വെച്ചിട്ട് ഞങ്ങളെ തന്നെ വിളിക്കണം. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ മറന്നുപോയതാണ്. കാരണം എൻ്റെ ഏറ്റവും കൂടുതൽ ഓൺ പ്രൊഡക്ഷൻ അല്ലെങ്കിലും എൻ്റെ ഏറ്റവും കൂടുതൽ കോമഡി ഷോസ് പ്രോഗ്രാംസ് വന്നിട്ടുള്ളത് കൈരളി TV-യിലാണ്. ഞാൻ ആദ്യമായിട്ട് ഡാൻസ് പെർഫോമൻസ് ഇപ്പോൾ ഇവിടെ വന്ന് ചെയ്യുന്നതും കൈരളി TV-യിലാണ്. അതുപോലെ കുക്കിങ്ങും. അതുകൊണ്ട് 3 സന്തോഷം ഉണ്ട്. താങ്ക് യു. ഞാനൊരു കറക്റ്റ് ലാൻഡിങ് സമയത്ത് തന്നെ, കാരണം കുക്കറി ഒന്നും അറിയില്ല എന്ന് ആൾക്കാരെ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ ഇപ്പം ലക്ഷ്മി ചേച്ചിയുടെയും കൃഷ്ണയുടെയൊക്കെ നേതൃത്വത്തിൽ കുറേയും കൂടെ കാര്യങ്ങൾ കുക്കിങ്ങിനെ പറ്റി പഠിക്കാൻ പറ്റി. എന്തായാലും അതിൻ്റെ ക്രെഡിറ്റ് എന്ത് തന്നെയായാലും ലക്ഷ്മി ചേച്ചിക്കും കൃഷ്ണയ്ക്കും ഉള്ളതാണ്. സോ താങ്ക്സ് ടു ദം, താങ്ക്സ് ടു കൈരളി ഫോർ ഗിവിങ് മീ എ നൈസ് ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഫംഗ്ഷൻ. ആൻഡ് all the best to winners once again. കൗല സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഇവിടെ പൂർണ്ണമാവുമ്പോൾ നമ്മൾ പുതിയൊരു തുടക്കം കൂടി കുറിക്കുകയാണ്. വെങ്കട്ടരാമൻ സാർ പറഞ്ഞ പോലെ ഏത് കമ്പനി, ഏത് പ്രോഗ്രാമിനായാലും നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്പോൺസറാണ്. അപ്പോൾ കൗല വീണ്ടും നമ്മോട് കൈകോർത്ത് അടുത്ത സീസണിലേക്ക്, കൗല സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് വരികയാണ്. നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പ്രേക്ഷകരുടെ എല്ലാ പിന്തുണയും അടുത്ത സീസണിലും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ.